എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുവതാരനിരയിൽ ശ്രദ്ധേയാണ് ഐശ്വര്യ രാജേഷ്. തൻ്റെ കരിയറിൻ്റെ തുടക്കകാലത്തെക്കുറിച്ച് താരം പറഞ്ഞത് ആരാധകർ ഏറ്റെടുത്തു. തുടക്കക്കാരി എന്ന നിലയിൽ ചാൻസ് നേടി നടന്ന കാലത്തെക്കുറിച്ചാണ് താരം പറഞ്ഞത്. എന്നെ വേദനിപ്പിച്ച ഒരുപാട് അനുഭവങ്ങൾ സിനിമാ രംഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. 10 വർഷം മുമ്പ് ഒരു സംവിധായകൻ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പോയി. എനിക്ക് നായികാവേഷം വേണ്ടായിരുന്നോ? പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം മതിയായിരുന്നോ? ഓഫീസിലേക്ക് ആരാണ് ഈ പെൺകുട്ടി എന്ന് സംവിധായകൻ സ്റ്റാഫിനോട് ചോദിച്ചു. ചാൻസ് തേടി വന്നതാണെന്ന് അവർ പറഞ്ഞു. ജൂനിയർ ആർട്ടിസ്റ്റ് ആകാൻ പോലും പറ്റില്ല, തിരിച്ചയക്കുന്ന എൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അതെല്ലാം ഒരു മോട്ടിവേഷനായാണ് ഞാൻ എടുത്തത്. മറ്റൊരു സംവിധായകനെ പാർട്ടി വെച്ച് കണ്ടപ്പോൾ എനിക്കൊരു റോൾ തരാമോ എന്ന് ചോദിച്ചു. അത് എനിക്ക് വളരെ മോശം റോൾ ഓഫർ ചെയ്തു. എന്താണ് അവരുടെ ചിന്താഗതി എന്ന് എനിക്കറിയില്ല. ചെയ്ത് കാണിക്കണമെന്ന് ദൃഢനിശ്ചയം എടുക്കാൻ ഈ സംഭവങ്ങൾ കാരണമായി. അതെല്ലാം വലിയ മോട്ടിവേഷനാണ്, ജീവിതത്തിലെ പാഠങ്ങളാണ്, ഐശ്വര്യ രാജേഷ് പറഞ്ഞു. ശരിയാണ്, ചില ആൾക്കാർ വന്ന് നമ്മളെ കളിയാക്കുകയും എന്താ പറയുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, തെറി വിളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മൾ എന്താ പറയുക, വലിയ വിഷമായിട്ട് എടുത്ത് നമ്മൾ പിന്മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ആകാൻ കഴിയില്ല. ഐശ്വര്യ രാജേഷ് അറിയാമല്ലോ, മലയാളത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നടിയാണ്. ധനുഷിൻ്റെയൊക്കെ നായികയായിട്ടുണ്ട് ഒരുപാട് ചിത്രങ്ങളിൽ. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവിടെ നയൻതാര ഉള്ളതുകൊണ്ട് അതിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും അത്രയും ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്യുന്ന, ഒറ്റയ്ക്ക് സിനിമ കൊണ്ടുപോകുന്ന ഒരു താരമായി ഐശ്വര്യ രാജേഷ് വളർന്നിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ പോലെ ആകുക. പലരും നമ്മളെ കുറിച്ച് നോക്കും, നമ്മളെ കളിയാക്കും. അതിലൊന്നും നമ്മൾ വീഴരുത്.